കടകളിൽ നിന്ന് നല്ല വില കൊടുത്ത് വാങ്ങുന്ന കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഡ്രീം കേക്ക് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതെന്താ ഇതുപോലെയുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റും ഇതുപോലെ നമ്മൾ ചെറിയൊരു മിൽക്കി ബാറും ഒരു ഡയറി മിൽക്കൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമ്മുടെ കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേക്ക് ആണെങ്കിലും അതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മാരേജ് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കുകയാണെങ്കിലോ കുട്ടികൾക്ക് വളരെ വയറ് നിറച്ച് കഴിക്കാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിലും ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, വളരെ ഈസിയാണ്, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന അമ്മമാരൊക്കെ ഒന്ന് ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാം കേട്ടോ. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവരെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഉറപ്പുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കേ. അപ്പോൾ ഇനി ആരും നല്ല വില എടുത്ത് കടയിൽ നിന്ന് വാങ്ങണ്ട കേട്ടോ, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഏതാണെങ്കിലും മതി, ഓറിയോ ഉണ്ടെങ്കിൽ ഓറിയോ എടുക്കാം. ഇതുപോലെ ഒരു ഫുൾ നീളം പാക്കറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഡാർക്ക് ഫാൻറ്റസി ആണേ. പിന്നെ ഒരു 10 രൂപയുടെ മിൽക്കി ബാറും എടുത്തിട്ടുണ്ട്, ഒരു ഡയറി മിൽക്കും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കണതിൻ്റെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാക്കറ്റ് എടുത്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് പൊട്ടിച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം ഇതുപോലെ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് കുറച്ച് വീതം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കുക. പിന്നെ നമുക്കത് പാല് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റിന് തന്നെ ഒരു മിൽക്കിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പാലിൻ്റെ ആവശ്യമില്ല കേട്ടോ, വെള്ളം ചേർത്താൽ മതി. ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇനി ഇത്തിരി നമ്മുടെ സോഡാപ്പൊടി ഉണ്ടെങ്കിൽ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി സോഡാപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് സോഡാപ്പൊടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കണേ. ഇനിയിപ്പോൾ നമ്മുടെ എന്തെങ്കിലും പാത്രം നിങ്ങൾ ചോറ്റുപാത്രം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുട്ടികളുടെയൊക്കെ ചോറ്റുപാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു പാത്രത്തിനകത്തേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കൊട്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുള്ള് ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് മുഴിച്ചിരിക്കും. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് നല്ല ചൂടുള്ളൊരു അടികട്ടിയുള്ള നമ്മുടെ പഴയ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഒരു പഴയ കുക്കർ നമ്മളൊരു 5 മിനിറ്റ് നേരമൊക്കെ നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. അതിനുശേഷം ഒരു ചെറിയൊരു റിങ്ങോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് മൂടി ഒന്ന് 10 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കാനായിട്ട് നമ്മുടെ മിൽക്കി ബാറും ഡയറി മിൽക്കും ചെറിയൊരു ഗ്ലാസ്സിലേക്ക് ഒരു ചെറിയ ചൂടുവെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അത് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ, നമ്മളിത് മെൽറ്റ് ആക്കാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ ഇതുപോലെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം വാങ്ങിയ കാശൊന്നും ഓർക്കണ്ട, ഇത് വെച്ചിട്ട് നമുക്കൊരു 3 തവണയെങ്കിലും നമുക്ക് ഡ്രീം കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, മിക്സിയുടെ ജാറിൽ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് നോക്കാം, കാരണം നമുക്ക് ഇനിയിപ്പോൾ കേക്കിൻ്റെ ഉള്ളതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നോക്കണമല്ലോ. അപ്പോൾ അത് നോക്കിക്കുക, നല്ല സ്പോഞ്ചായിട്ട് കണ്ടില്ലേ, നല്ല നമ്മൾ കുത്തുമ്പം ഇതുപോലെ നമ്മുടെ കുത്തിനെ കോലിൽ വരരുത് കേട്ടോ, നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ്ങിൻ്റെ പണി നോക്കാം കേട്ടോ. കേക്ക് ഇപ്പോൾ ഒരുപാട് നേരം വച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ, ഒരുപാട് ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ വിപ്പിംഗ് ക്രീം നമ്മൾ കുറച്ച് എങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചടിച്ച് നല്ല തിക്കനെ നമുക്കത് കിട്ടും കേട്ടോ. പൾസ് ചെയ്ത് അടിച്ചാൽ മതി. ഇതുപോലെ നമ്മുടെ ആ ഒരു ഡയറി മിൽക്ക് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 സെക്ഷനിലേക്ക് ആക്കി എടുക്കാം. ഒന്ന് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാനായിട്ടും ഒന്ന് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ടും നമുക്കത് 2 പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഡയറി മിൽക്ക് ഇതുപോലെ ഒന്ന് കൊട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കുണ്ടല്ലോ പഞ്ചസാര, നമുക്ക് ഇച്ചിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ശരിയായി വന്നിട്ടുണ്ട്, നല്ലൊരു ക്രീമായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മിൽക്ക് ക്രീമിനായിട്ട് നമ്മുടെ മിൽക്കി ബാർ അതിനകത്തേക്ക് അപ്പുറം ചേർന്ന് അതിലേക്ക് കൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വാനില എസൻസ് ഒരു നുള്ള ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഈ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമ്മൾ മിൽക്കി ബാറും കൂടെ ചേർത്ത് നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ഇളക്കി കഴിയുമ്പോൾ ശരിക്കും ഐസ്ക്രീമിൻ്റെ അതേ ഫ്ലേവർ തന്നെ വരും കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഫില്ലിംഗ് കൂടി ആയിരിക്കും കേട്ടോ. വിപ്പിംഗ് ക്രീം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിൽ തന്നെ ഒന്ന് പൾസ് ചെയ്ത് അടിച്ചാൽ കേട്ടോ, നല്ല തിക്കനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് നമ്മുടെ ആ ഒരു ഗണാഷ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗണാഷ് മാറ്റി വെച്ചിരുന്ന ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് ഒരു സ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമുക്ക് പഞ്ചസാര ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കത് നമ്മൾ ആ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് നമ്മൾ പഞ്ചസാര ലൈനിക്ക് പകരമായിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രേവി നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം നമ്മുടെ കേക്കിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ഒഴിച്ച് നോക്കുക. നിങ്ങൾ ആ ഒരു പഞ്ചസാര ലൈൻ ഒഴിക്കുന്നതിന് പകരമായിട്ട് അത് ഉരുക്കാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ അതിലൊക്കെ സിമ്പിളാണ്. 1 സ്പൂൺ വിപ്പിംഗ് ക്രീമിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി പഞ്ചസാര എടുത്തിട്ട് ഒന്ന് അടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത് ശരിക്കും കുടിച്ചോളും, കേക്ക് ശരിക്കും ആ ഒരു വെള്ളം കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഫസ്റ്റ് ലെയർ നമുക്ക് ഇതുപോലെ നമ്മുടെ ഒരു മിൽക്ക് ക്രീം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക. നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഈ ഒരു ഡ്രീം കേക്ക് ആണ് നമ്മൾ മിക്ക കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നത്. 500, 800, 1000 വരെ റേറ്റ് വരുന്ന ഒന്നാണ് കേട്ടോ. സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഒരു തവണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെയർ അല്ല, 3ാമത്തെ ലെയർ ഇതുപോലെ ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ചോക്ലേറ്റ് ക്രീം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ഇതുപോലെ നിങ്ങൾ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഉരുക്കി ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഡയറി മിൽക്കോ 20 രൂപയുടെ ഡയറി മിൽക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതങ്ങനെ മുകളിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ ഉരുക്കിയില്ലേ, ചൂടുവെള്ളം വെച്ചിട്ട് ഉരുക്കിയ പോലെ തന്നെ അങ്ങ് ഉരുക്കിയുടെ മുകളിൽ നമുക്ക് ഇതുപോലെ എന്താണ് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ഞാനിപ്പോൾ എളുപ്പത്തിന് നമുക്ക് ഇതുപോലെ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ബൂസ്റ്റ് ഇതുപോലെ ചെറിയൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേയുടെ ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് ബർത്ത്ഡേ കേക്കായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ഏകദേശം ഒരു 6-7 മണിക്കൂർ നേരം നമുക്കത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം. 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് ആവത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കണമെങ്കിൽ പിറ്റേന്ന് എടുത്താൽ മതി. നമ്മൾ ആ പിറ്റേന്ന് എടുക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു കേക്കിൻ്റെതായ ആ ഒരു ടേസ്റ്റും ഒക്കെ കറക്റ്റായിട്ട് ആ ഒരു കേക്കിലേക്ക് പിടിക്കത്തുള്ളൂ. നല്ലൊരു രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഞാനൊരു വൈകുന്നേരം ടൈമിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനത് പിറ്റേന്ന് രാവിലെ ഞാനത് എടുത്ത് നോക്കിയപ്പം നല്ല രീതിയിൽ തന്നെ അത് ഫില്ലിങ് നല്ല നല്ല ഭംഗിയിൽ തന്നെ അത് നമുക്കത് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് സെറ്റായിട്ട് കിട്ടിയിട്ടെന്ന് മാത്രമല്ല കേട്ടോ, ഇത് നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഫ്ലേവറും അതേ രുചി നല്ലൊരു ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഓരോരോ പരിപാടിക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ നിന്ന് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കേ. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു, കുട്ടികൾക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാം മലക്കൂടി ഷെയർ ചെയ്തിരിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. പിന്നെ ഫോളോ ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ബൈ.